പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വാർഷിക അവധിക്കാലം എന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നാട്ടിലേക്ക് വിമാനം കയറുമ്പോൾ പലരും തങ്ങളുടെ വാഹനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാറില്ല. സുരക്ഷിതമായ പാർക്കിംഗ് സൗകര്യങ്ങൾ കണ്ടെത്താതെ പൊതുസ്ഥലങ്ങളിലോ റോഡരികിലോ വാഹനങ്ങൾ നിർത്തിയിട്ട് പോകുന്ന പ്രവണത പലരിലുമുണ്ട്. എന്നാൽ ദുബായിൽ ഇത്തരം അശ്രദ്ധകൾക്ക് ഇനി വലിയ വില കൊടുക്കേണ്ടി വരും. അവധിക്കാലത്തോ നീണ്ട അവധി ദിവസങ്ങളിലോ വാഹനങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാതെ ഉപേക്ഷിച്ചിട്ട് പോകരുതെന്ന കർശന മുന്നറിയിപ്പുമായി ദുബായ് നഗരസഭ രംഗത്തെത്തിയിരിക്കുകയാണ്. നഗരത്തിന്റെ സൗന്ദര്യവും ശുചിത്വവും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് അധികൃതർ ഈ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും നഗര സൗന്ദര്യവുമുള്ള നഗരങ്ങളിലൊന്നാണ് ദുബായ്. ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന ഇവിടെ അറ്റകുറ്റപ്പണികളോ പരിചരണമോ ഇല്ലാതെ ദീർഘനാൾ വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത് നഗരത്തിന്റെ ഭംഗിയെ ദോഷകരമായി ബാധിക്കും. പലരും കരുതുന്നത് ഉപയോഗശൂന്യമായതോ അപകടത്തിൽ തകർന്നതോ ആയ വാഹനങ്ങൾ മാത്രമാണ് ഉപേക്ഷിക്കപ്പെട്ടവയുടെ ഗണത്തിൽ വരുന്നത് എന്നാണ്. എന്നാൽ പൊടിപിടിച്ച് ടയറുകൾ കാറ്റുപോയ അവസ്ഥയിൽ കിടക്കുന്ന എത്ര വിലപിടിപ്പുള്ള ആഡംബര വാഹനവും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. നഗരത്തിന്റെ ശുചിത്വവും ഭംഗിയും നിലനിർത്തുന്നത് പൊതുജനങ്ങളുടെ ബോധവൽക്കരണത്തെയും നിയമപാലനത്തെയും ആശ്രയിച്ചിരിക്കുന്ന ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് ദുബായ് നഗരസഭ ഓർമ്മിപ്പിക്കുന്നു. റോഡുകളിലും പൊതു പാർക്കിംഗ് കേന്ദ്രങ്ങളിലും തുറസായ മണൽ പ്രദേശങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്ന വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായി നഗരസഭയുടെ പ്രത്യേക പരിശോധനാ സംഘങ്ങൾ വർഷം മുഴുവൻ സജീവമായി രംഗത്തുണ്ടാകും. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു വാഹനം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പിഴ ചുമത്തുകയല്ല അധികൃതർ ചെയ്യുന്നത്. പകരം വാഹനത്തിന്റെ അവസ്ഥയും കിടക്കുന്ന സ്ഥലവും പരിഗണിച്ച് കുറഞ്ഞത് 3 മുതൽ പരമാവധി 15 ദിവസം വരെ കാലാവധിയുള്ള ഒരു മുന്നറിയിപ്പ് നോട്ടീസ് ആദ്യം വാഹനത്തിൽ പതിക്കും. ഇതിനൊപ്പം തന്നെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ റെക്കോർഡുകൾ വഴി വാഹന ഉടമയുടെ മൊബൈൽ നമ്പറിലേക്ക് SMS സന്ദേശവും അയക്കും. മുന്നറിയിപ്പ് കാലാവധി കഴിഞ്ഞിട്ടും വാഹനം വൃത്തിയാക്കുകയോ അവിടെ നിന്നും മാറ്റുകയോ ചെയ്തില്ലെങ്കിൽ എമിറേറ്റ്സ് പാർക്കിംഗുമായി സഹകരിച്ച് വാഹനം അവിടെ നിന്നും നീക്കം ചെയ്യുകയും അൽ അവീറിലെ ഇംപൗണ്ട് യാർഡിലേക്ക് മാറ്റുകയും ചെയ്യും. നിയമലംഘകർക്ക് 500 ദിർഹം പിഴ ചുമത്തുന്നതിനോടൊപ്പം വാഹനം മാറ്റുന്നതിനുള്ള ടോവിംഗ് ചെലവും യാർഡിലെ പ്രതിദിന സൂക്ഷിപ്പ് ചാർജും ഈടാക്കും. വാഹനത്തിന്റെ തരവും ഭാരവും സൂക്ഷിക്കുന്ന കാലാവധിയും അനുസരിച്ച് ഈ തുകയിൽ വലിയ വ്യത്യാസമുണ്ടാകും. വാഹനം മാറ്റാൻ പ്രത്യേക സജ്ജീകരണങ്ങൾ ആവശ്യമായി വന്നാൽ അതിൻ്റെ അധിക ചെലവും ഉടമ തന്നെ വഹിക്കേണ്ടി വരും. വാഹനം ക്ലെയിം ചെയ്യാതെ മാസങ്ങളോളം യാർഡിൽ കിടക്കുകയാണെങ്കിൽ അധികൃതർ അത് ലേലത്തിൽ വിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന വാഹന ഉടമകൾ തങ്ങളുടെ വാഹനങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രധാനമായും ചില നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് നഗരസഭ ആവശ്യപ്പെടുന്നുണ്ട്. വിജനമായ സ്ഥലങ്ങളിലും മണൽ നിറഞ്ഞ പ്രദേശങ്ങളിലും വാഹനം പാർക്ക് ചെയ്യുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് ഇതിലേറ്റവും പ്രധാനം. വാഹനം സുരക്ഷിതമായും നിശ്ചയിക്കപ്പെട്ടതുമായ കവേർഡ് പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവധിക്കാലത്ത് നാട്ടിൽ പോകുന്നതിന് മുമ്പ് വാഹനത്തിന്റെ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുകയും വിശ്വസനീയമായ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ പരിചയക്കാരെയോ വാഹനം നോക്കാൻ ഏൽപ്പിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. ഇടവേളകളിൽ വാഹനം വൃത്തിയാക്കാൻ അവരെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ വാഹനം സുരക്ഷിതമായി പൊതിഞ്ഞുവെക്കാൻ മികച്ച ഗുണനിലവാരമുള്ള പ്രൊട്ടക്റ്റീവ് കവറുകൾ ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. വേനൽക്കാലത്തെ കടുത്ത ചൂടിൽ നിന്നും പൊടിക്കാറ്റിൽ നിന്നും വാഹനത്തെ സംരക്ഷിക്കാൻ ഇത്തരം മുൻകരുതലുകൾ ഏറെ സഹായകരമാകും. ഒരു ചെറിയ അശ്രദ്ധ മൂലം വലിയ സാമ്പത്തിക നഷ്ടവും മാനസിക പ്രയാസങ്ങളും ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ യാത്രയ്ക്ക് മുൻപുള്ള ഇത്തരം ലളിതമായ മുന്നൊരുക്കങ്ങൾ കൊണ്ട് സാധിക്കും. നിയമങ്ങൾ പാലിക്കുന്നത് പിഴ ഭയന്ന് മാത്രമാകരുത്, മറിച്ച് നമ്മൾ ജീവിക്കുന്ന നഗരത്തോടുള്ള ആദരവ് കൂടിയാകണം. അവധിക്കാലം സമാധാനപരമായി ആസ്വദിക്കാനും തിരികെ വരുമ്പോൾ തങ്ങളുടെ വാഹനം സുരക്ഷിതമായി ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ഓരോ വാഹന ഉടമയും ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കൊപ്പം നിൽക്കുകയും സുന്ദരമായ നഗര സൗന്ദര്യം കാത്തുസൂക്ഷിക്കാൻ പങ്കുചേരുകയും ചെയ്യുക എന്നത് ഓരോ പ്രവാസിയുടെയും കടമയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.